ഇത് ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു റീലിൽ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. സൂപ്പറാ സംഭവം. അന്നേരം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ, അതുപോലെ തന്നെ കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക്. അപ്പോൾ ഈ വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതോടൊപ്പം കുറച്ച് മല്ലി, പച്ചമല്ലി ഉണ്ടല്ലോ, കുറച്ച് പച്ചമല്ലി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ. ഇനി നമ്മൾ വഴുതന എടുത്തിട്ട് തന്നെ രണ്ടായിട്ട് പീസ് ചെയ്യുക. പീസ് ചെയ്തതിൻ്റെ നടുഭാഗം എടുത്തിട്ട് അങ്ങോട്ട് കിടത്തിയതിന് ശേഷം അതിൻ്റെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ വരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം, വേണ്ട. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ശേഷം നമ്മുടെ ഈ അരിച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കണം. രണ്ട് ഭാഗത്തും മസാല പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനിയൊന്നുമില്ല, അതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴത്തേം പോലെ ഗ്യാസ് കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ അത് പോരാതെ വന്നു. പിന്നെ രണ്ടാമത് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിയിട്ട് നമ്മുടെ ഈ ഐറ്റം എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. വറുക്കാമെന്ന് വെച്ചാൽ എണ്ണ മുക്കി വറുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഇരുന്നാൽ മതി. അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ചൂട് ചോറിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കണം. സംഭവം സൂപ്പറാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ വഴുതനങ്ങ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ, വീണ്ടും കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ മസാല ചെയ്യുമ്പോൾ ഇച്ചിരി ഗ്രേവി പരുവത്തിൽ ചെയ്യാൻ നോക്കണം കേട്ടോ. എനിക്ക് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിപ്പോയി, അതിൻ്റെ ഒരു സുഖക്കേട് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്, സൂപ്പറായിരിക്കും.